എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം പറയാൻ? അതെ അതെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. നല്ലൊരു ക്രൂവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് സാധിച്ചത്. എങ്ങനെയുണ്ട് പടം? ഇഷ്ടമായോ എല്ലാവർക്കും? അടിപൊളി. കരയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഇരുന്നപ്പോൾ നമ്മളിവിടെ കണ്ണ് നിറഞ്ഞാണ് ഇരുന്നത് ഇന്റർവ്യൂവിന് ശേഷം. അടിപൊളി. പിന്നെ അത് ഇന്ന് കണ്ടതല്ലേ. എന്താ പറയുക, നമ്മുടെ ഓരോ സീന് കഴിയുന്നതോറും അത്രയും ആകാംക്ഷയോടെയാണ് ഇരുന്നത്. സോ ഭയങ്കര സന്തോഷം ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഗംഭീരം, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയുണ്ട്. പല ടൈമിലും ദിലീപേട്ടൻ ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ശരിക്കും കരഞ്ഞു പോയി. ഈ ദിലീപേട്ടന്റെ സ്ക്രീനിൽ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ഒരു ഡിഫറെന്റ് ലുക്കാണ് സാധാരണ വരുന്ന. തീർച്ചയായിട്ടും വേറെ ഒരു ടൈപ്പ് ലുക്കാണ്. അതെ, വേറെ ടൈപ്പ് ലുക്കാണ്, ഒരു വേറെ ടൈപ്പ് ക്യാരക്ടറും എല്ലാം അടിപൊളിയുണ്ട്. ഈ മലയാള സിനിമ എല്ലാം ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ സിനിമ ഒരു വലിയ വിജയം പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. നടന്നൊരു സംഭവമാണല്ലോ. അതിന്റെ ഒരു ഇതെല്ലാം നമുക്ക് പിന്നെയും ഇതായിട്ട് വരികയാണല്ലോ. ശരിക്കും നടന്നൊരു സംഭവമല്ലേ. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമ. അതിനപ്പുറം പറയാൻ ഇതൊരു ഗംഭീര വിജയം തന്നെ ആയിരിക്കും. കരഞ്ഞു പോകും. 100 കോടി ക്ലബിൽ കയറുമോ? 100 കോടി ക്ലബിൽ കയറുമോ? അതല്ല, അങ്ങനെ പറയാല്ലേ. കാരണം എന്താ വെച്ചാൽ ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്ന ഈ പടം കയറി കൊടുത്തു. ആദ്യം നടന്നൊരു സംഭവമാണ് തങ്കമണി. തീർച്ചയായിട്ടും ഇതൊരു സിനിമയായിട്ട് മാറിയപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കണ്ടത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവർ ജീവിക്കായിരുന്നു എന്ന് തന്നെ പറയാം. വളരെ നൊമ്പരമുണർത്തുന്ന കാര്യങ്ങളാണ് ഈ തങ്കമണിയിൽ അരങ്ങേറിയത്. അപ്പോൾ ഇനിയൊരു തങ്കമണി ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അടിപൊളി സിനിമയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു നാടൻ സദ്യയിലിടയ്ക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ നല്ല സ്റ്റണ്ട് അടിപൊളി. പിന്നെ ക്യാമറ, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. റിയൽ സ്റ്റോറി കണക്ട് ചെയ്യാനായിട്ട് പറ്റിയോ? സീരിയസ്, കാരണം വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ ഈ ഇങ്ങനെ ഒരു തങ്കമണി എന്നൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും. അത് ഈ ദിലീപേട്ടൻ ഫാൻസ് അസോസിയേഷൻ അവരെല്ലാം ലേഡീസ് വുമൺസ് ഫാൻസ് അസോസിയേഷൻ അവർ പോയി അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും ആ ഒരു ബോർഡൊക്കെ അവരുടെ ഇത് പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. അന്നേരമാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും. അപ്പോൾ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണമെന്ന് തോന്നിയിട്ട് അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുന്നത്. എല്ലാവരും അറിയുന്ന ആൾക്കാരല്ലേ. ഭയങ്കര സന്തോഷം. ഇതിൻ്റെ മൊത്തത്തിൽ എല്ലാവരുടെ കൂടെ പെയിൻ ഉണ്ട്. ആ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇമോഷണലായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ദിലീപേട്ടൻ എങ്ങനെ കരയിച്ചോ? ആ ഇൻസിഡൻസ് മൊത്തത്തിൽ എങ്ങനെയാണ് മൊമെന്റ്സ് എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് ഉണ്ട്. ചില സ്റ്റൈലിഷ് പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ടൈപ്പ് പരിപാടികൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് ദിലീപേട്ടൻ ഫാൻ ഓൾസോ. ഇൻട്രസ്റ്റിംഗ് പിക്ചർ എല്ലാവരും പറയുന്നു. ഇൻട്രസ്റ്റിംഗ് പിക്ചർ നല്ല ലൈക്ക് എന്ത് പറഞ്ഞാൽ അതിലും ഇൻട്രസ്റ്റിംഗ് എന്നൊരു വാക്കല്ല, അതിലും കുറച്ചുകൂടി മുകളിലോട്ട് വേണം പറയാൻ. കാരണം മൊത്തത്തിൽ സെൻസേഷണൽ ടോക്കിംഗ് വ്യൂസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ടോക്ക് ഓഫ് ദി ടൗൺ ആവാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ ഐ എം വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ടീം. കീപ് റോക്കിംഗ്. അല്ല, ഇപ്പൊ നല്ല സുവർണ ടൈമാണല്ലോ. എക്സ്പീരിയൻസ് ആണ് ചങ്കട അല്ലേ. കൂടെ അഭിനയിക്കാൻ പറ്റി വലിയ സന്തോഷം. നമ്മളെ രതീഷ് സാറെ കൂടെ സംവിധാനത്തിൽ വർക്ക് ചെയ്യാൻ വലിയ സന്തോഷം. അപ്പൊ ഞങ്ങളൊക്കെ ഒരേ സ്വരത്ത് പറയുന്നത് തങ്കമണി കീ ജായ് പൊളിക്കാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കണ്ടപ്പോൾ? ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മൾ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു സിനിമയാണ് തങ്കമണി. കാരണം ആ ഒരു മികച്ചൊരു കഥാപാത്രം മീൻസ് മികച്ചത് ഞാൻ മികച്ചതാക്കിയെന്നല്ല, ആ ക്യാരക്ടർ അത്രയും ഒരു ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ടിട്ട് ബാക്കിയുള്ളവരോടും പറയാം. ഈ ദിലീപേട്ടൻ്റെ അഭിനയത്തിൽ ചിലവർക്ക് കരയാൻ വന്നു എന്ന് പറയണേ. അത് ക്ലൈമാക്സൊക്കെ വരുമ്പോൾ ഭയങ്കര നമ്മൾ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്.